നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ വൃത്തികെട്ടവൻ, ഏറ്റവും വലിയ പാപിയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിക്കുന്നു, അല്ലാ, നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ തമ്പുരാനെ? അള്ളാഹു പറയുകയാണ്, എന്നെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അവരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ അള്ളാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ, അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോ, അള്ളാഹുവേ അതിനെ ഇഷ്ടപ്പെടാത്തവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ജീവിതത്തിൽ അള്ളാഹു സമ്പത്ത് തരുമ്പോ, അള്ളാഹു അധികാരം തരുമ്പോ, അള്ളാഹു ആരോഗ്യം തരുമ്പോ, അള്ളാഹു സമാധാനം തരുമ്പോ, ഭാര്യ മക്കളെ തരുമ്പോ, വാഹനങ്ങളും വീടുകളും കൊട്ടാരങ്ങളും സുഖ ആഡംബരങ്ങളും ഇതെല്ലാം അള്ളാഹു തരുമ്പോ, പടച്ചവനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ, കടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, മരണങ്ങൾ കടന്നു വരുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാനും നിങ്ങളും പടച്ചവനെ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. എങ്കിലൊരു മുസ്ലിം ആരാണ്? അള്ളാഹുവേ, മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനും നിങ്ങളും പഠിക്കുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈമാൻ? കാര്യം എന്താണ്? 6 കാര്യങ്ങൾ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മുഅ്മിന്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 6 കാര്യങ്ങൾ വിശ്വസിക്കുന്നവനാണ്. ഈമാൻ കാര്യം എത്ര? പറ, ഈമാൻ കാര്യം എത്ര? എന്താ പറയാൻ വല്ല മടിയുണ്ടോ? ഈമാൻ കാര്യം എത്ര? ഇസ്ലാം കാര്യം എത്ര? 5. ഓർമ്മയുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ കാര്യം 1. ഒന്ന് പറഞ്ഞ, ഒന്നാമത്തെ കാര്യം എന്താ? ഒന്ന് ഓർമ്മ പുതുക്കിയെടുക്കാൻ സാരി തന്നെ. ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ. 2, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ. 3, അംബിയാ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ. 4, പറയുന്നേ 4, പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കിതാബിനെ കൊണ്ട് വിശ്വസിക്കൽ. 5 പറ, നിങ്ങൾ പറയണം. 5 അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കൽ. 6 എങ്ങനെ? ഒന്നാമത്തെ കാര്യം അല്ലാഹുവേ, ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ. നമ്മൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എല്ലാവർക്കും അല്ലാഹുവിനെ വിശ്വാസമാണ്. അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ, എല്ലാവർക്കും അല്ലാഹുവിന്റെ മലക്കുകളെ വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, മുർസലീങ്ങൾ, എല്ലാവർക്കും അവരെ കൊണ്ട് വിശ്വാസമാണ്. 4, വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ണ്ടല്ലോ, അത് പടച്ചുറപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കല്. 5-ാമത്തെ കാര്യം, ഈ ലോകം ഒരു ദിവസം തകരുമെന്ന്, അന്ത്യദിനമെന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനെ കുറിച്ച് വിശ്വസിക്കല്. നിരീശ്വരവാദികൾ വരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ 6-ാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, അവിടെയാണ് നമ്മളിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത്. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് യഥാർത്ഥമായി വിശ്വസിച്ചാലേ അവൻ യഥാർത്ഥ മുസ്ലിമാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. അല്ലാഹുവേ, നന്മയാകട്ടെ തിന്മയാകട്ടെ ദുഃഖമാകട്ടെ സന്തോഷം
ദോഷമാകട്ടെ, അപവൃദ്ധിയാകട്ടെ, ദുരിതമാകട്ടെ, പ്രയാസമാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, മരണമാകട്ടെ, ഇതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത് എന്ന് വിശ്വസിച്ചാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ പാപി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതാ ഖൈറായത് വരുമ്പോൾ അല്ലെങ്കിൽ ശർറായത് വരുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രയാസം കടന്നു വരുന്ന സമയത്ത് അതിനെ കുറ്റം പറയുന്നവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ പാപി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, 4 ഗുണങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, അവൻ രക്ഷപ്പെട്ടവനാണ്. അവൻ ദുനിയാവിലും രക്ഷപ്പെട്ടു, അവൻ ആഖിറത്തിലും രക്ഷപ്പെട്ടു. അവൻ ഒരു സ്ഥലത്തും ഭയപ്പെടേണ്ടതില്ല, ഒരു സ്ഥലത്തും അവന് പ്രയാസമില്ല. ദുനിയാവിലെ ജീവിതത്തിലും അവന് സന്തോഷമാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലും അവന് സന്തോഷമാണ്. പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാണ്, ഖൽബൻ ഷാകിറാ, അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാർക്കാ ഉള്ളത്? അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. എന്നിട്ട് മുത്തുനബി രണ്ടാമതായി പറയുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുന്ന നാവുണ്ടല്ലോ, അല്ലാഹുവിനെ ദിക്ർ പറയുന്ന നാവുണ്ടല്ലോ, അതാർക്കാണോ ലഭിച്ചത് അവൻ രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മൂന്നാമത്തെ മനുഷ്യനാരാ? വബദനൻ അലൽ ബലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കുന്നതാരാണോ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ആർക്കാണോ ഉള്ളത് അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എല്ലാ കാര്യങ്ങളും. നിനക്ക് കടമുണ്ടായത്, നിനക്ക് വീടില്ലാത്തത്, നിനക്ക് ക്യാൻസർ തന്നത്, നിനക്ക് ട്യൂമർ നൽകിയത്, നിന്റെ കൈകാലുകൾ തളർത്തിക്കളഞ്ഞത്, അല്ലാഹുവേ നിന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു മാറ്റിയത്, ഇതെല്ലാം പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാ. അല്ലാഹു എന്നെ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് ഇതെല്ലാം കടന്നു വന്നത്. ഇത് റബ്ബെന്നെ പരീക്ഷിക്കാനാണെന്ന് കരുതികെട്ട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ നാം ഓരോരുത്തരും പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന് എന്തോ എന്നോട് വല്ലാത്ത ദേഷ്യം തീർക്കുന്നത് പോലെ, അല്ലാഹുവിന് എന്തോ എന്നോട് വല്ലാത്ത വെറുപ്പ്, ആ വെറുപ്പുള്ളത് കൊണ്ടാണ് പടച്ചവൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും പറയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തോടുകൂടി ആ പറയുന്ന വാക്ക് നമ്മൾ തിരുത്താൻ തയ്യാറാകണം. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ മനുഷ്യനെ അല്ലാഹു വല്ലാതെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലാ അൽ അംബിയാ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങള്, ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെയാണ്. അല്ലാതെ പടച്ചവനെ വേറെ ആരെയുമല്ല, ഈ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരെയുമാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത്. എന്നിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബാ, ഈ
പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചതാരെയെന്നറിയുമോ? അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? അത് ആദം നബിക്കല്ല, നൂഹ് നബിക്കല്ല, ഇബ്രാഹിം നബിക്കല്ല, മൂസാ നബിക്കല്ല, ദാവൂദ് നബിക്കോ, യാക്കൂബ് നബിക്കോ, യൂസുഫ് നബിക്കോ, സുലൈമാൻ നബിക്കോ, യൂനുസ് നബിക്കോ, അയ്യൂബ് നബിക്കോ, യഹിയാ നബിക്കോ, ഈസാ നബിക്കോ ഒന്നുമായിരുന്നില്ല. ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങള്, അവരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ കരളിന്റെ കഷ്ടമായ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത് പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് അത് വേറെ ആർക്കുമായിരുന്നില്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാ? കള്ളുകുടിയനെയും പെണ്ണുപിടിയനെയും അല്ലെങ്കിൽ നമ്രൂദിനെയും കാറൂനിനെയും ഫിർഔനിനെ ആയിരുന്നില്ല. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്, നമ്മളൊക്കെ മുത്തുനബിയുടെ പരീക്ഷണത്തിന്റെ മുന്നിൽ നമ്മളൊക്കെ നിസാരമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. വാപ്പാനെയൊന്ന് കാണാൻ ഭാഗ്യം കിട്ടാത്ത മകനാട്. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുള്ള എന്ന പിതാവിനെ മുത്തുനബി ഇന്ന് കണ്ടിട്ടില്ലല്ലോ. ഒരു പ്രാവശ്യം പോലും തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ജനിക്കുന്നതിന് മുമ്പേ തന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് യാത്ര പറയുകയാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് യതീമായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് പാല് കുടിക്കാൻ തുടങ്ങുമ്പോൾ ആ ഉമ്മയുടെ സ്നേഹമെന്തെന്നറിയുന്നതിന് മുമ്പേ, ആ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ഉമ്മയുടെ മടിത്തട്ടിന്റെ ചൂടറിയുന്നതിന് മുമ്പ്, ഉമ്മയുടെ മുലപ്പാല് കുടിച്ച് കൊതിരീരുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മാതാവ് വിട പറയുകയാ. അല്ലാഹുവേ, വാപ്പയും പോയി, അതാ തൊട്ടുപുറകിൽ ഉമ്മയും പോവുകയാണ്. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാപ്പയും ഉമ്മയും പോയി. അത് കഴിഞ്ഞപ്പോ പടച്ചവനെ, മഹാനായ സയ്യിദനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അലിയാർ തങ്ങളുടെ പിതാവായ അബൂ താലിബ് ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടെ നിന്ന് ഏറ്റെടുക്കുകയാണ്. അവിടെ നിന്ന് വളർത്തുന്നതിന് വേണ്ടി പടച്ചവരെ കുറെ കാലം കഴിഞ്ഞു. അബൂ താലിബ് പടച്ചവരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിലെ സ്നേഹിച്ചവർ ഓരോരോന്നായി അവിടെ നിന്ന് വിട്ടുപിരിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ച ലോകത്ത് ഒരു മനുഷ്യനും നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്ത പ്രവാചകനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. അവസാനം 40 വയസ്സ് വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാവർക്കും അല്ലമീനാട്. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നുണ്ട്. ഏത് കാര്യത്തിനും മുത്തുനബിയുടെ വാക്ക് പരിഗണിച്ചിരുന്നു. അവിടെ നിന്ന് പ്രബോധനവുമായി കടന്നു വന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടെ നിന്ന് പ്രബോധനവുമായി കടന്നു വരുമ്പോൾ അതാ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ പ്രബോധനവുമായി കടന്നു വരുമ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവർ, സൽസ്വഭാവി എന്ന് വിളിച്ചവർ, അതാ ഇന്നലെ വരെ എല്ലാവരും ബഹുമാനിച്ചിരുന്ന മുത്തുനബി എന്നവർ അന്ന് മുതൽ പ്രാന്ത എന്ന് വിളിക്കാൻ തുടങ്ങി. അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതാ തലയിൽ കുടൽമാല പഴുത്ത് നാറിയ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്ന് പ്രവാചകന്റെ ശരീരത്തിടാൻ തുടങ്ങി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ അവിടെ നിന്ന് ഊരുവിലക്കുകയാണ്. റസൂലുള്ളയെയും തന്റെ കുടുംബത്തെയും അവിടെ നിന്ന് ഊരുവിലക്കുകയാണ്. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും കടന്നത് 1 മാസമല്ല, 1 വർഷമല്ല, 3 കൊല്ലമാണ്. പടച്ചറപ്പേ,
കഴിക്കാൻ ഭക്ഷണമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അതാ പച്ചിലകൾ പോലും പറിച്ചിട്ട് കഴിക്കുകയാ. ആരാ ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മുത്തുനബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും പടച്ചറപ്പേ അതാ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് കടിച്ചിട്ട് മൃഗങ്ങളെ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്ന് ചരിത്രം പറയുകയാ. സ്വഹാബത്ത് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ ആ മലഞ്ചരിവിന്റെ ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബം വിശന്നിട്ട് കിടന്ന് കരയുന്ന ശബ്ദം കേൾക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു വല്ലാതെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 3 എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാനുള്ള മനസ്സ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ക്ഷമിക്കാനുള്ള മനസ്സ് അത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈമാൻ കുറഞ്ഞവരാ. അങ്ങനെയുള്ള ഒരു മനസ്സിപ്പോ ക്യാൻസർ രോഗം പിടിച്ച ഒരുത്തൻ അൽഹംദുലില്ലാ പറയാൻ പറ്റുമോ? പറയാൻ കഴിയോ? ഡോക്ടർ വന്നു, ടെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോയി, അവസാനം റിസൾട്ട് കൊണ്ടുതരുമ്പോ ഇത് അള്ളാന്റെ തീരുമാനമാ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരാ, ഈമാൻ കുറഞ്ഞവരാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്. ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു. പിന്നെ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കണ്ട് കൊതിയിരുന്നതിന് മുമ്പ് ഉമ്മ മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് പ്രവാചകനെ താങ്ങും തണലുമായി നിന്ന ഓരോരുത്തരും പോയി. അവസാനം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ എന്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്ര മക്കൾ, പ്രവാചകന്റെ എത്രയോ മക്കൾ, സ്വന്തം മക്കളെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയ പിതാവ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ മക്കൾക്കൊരു തലവേദന വന്നാൽ നമുക്ക് താങ്ങൂല. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മക്കളെ എത്ര മക്കളെ കബറടക്കിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആരും ഒന്നും അനുഭവിച്ചിട്ടില്ല. നമുക്കൊന്നും അള്ളാഹു ഒരു നല്ല പരീക്ഷണം തന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹദീസ് എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ എടുത്തു നോക്ക്. പടച്ച റബ്ബ് നമുക്ക് പരീക്ഷണം തരുമ്പോൾ ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്, നമുക്കതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ എന്താ, അതാ നമ്മൾ നോക്കണ്ടേ. നമുക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പനി വന്നാൽ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ ലയുകഫിറു അനിൽ മുഅ്മിനീന ഖതായാഹു കുല്ലു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു പനി കൊടുത്തു ഒരു രാത്രിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു മനുഷ്യനൊരു പനി കൊടുത്തു, ഒറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യന് പനി കൊടുത്തു. ആ പനിയിൽ ആ മനുഷ്യൻ ക്ഷമിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ മാറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു രാത്രി പനിച്ചാൽ അത് റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ്. കരുതികെട്ട് ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ആ ഒറ്റ പനി ക്ഷമിച്ചതിന്റെ പേരിൽ, ആ ഒരൊറ്റ പനിയുണ്ടായ സമയത്ത് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു അവന്റെ സർവ്വ പാവങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തതാ,
സുബ്ഹാനല്ലാഹി. അല്ലാഹു ഒരു മനുഷ്യന് അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവനെ വല്ലാതെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്നേഹം കൂടിയത് കൊണ്ടാണ് പടച്ചവൻ നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, നിന്റെ മക്കൾക്ക് അല്ലാഹു രോഗം തരുന്നത്, നിനക്ക് സ്വന്തമായിട്ടൊരു വീട് തരാത്തത്, നിനക്ക് മക്കളെ തരാത്തത്. അല്ലാഹുവേ, അത് പടച്ചവന് നിന്നോടുള്ള വെറുപ്പുണ്ട് കൊണ്ടല്ല, അല്ലാഹുവിന് ഇഷ്ടം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോട് വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ അല്ലാഹു നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. നമ്മൾ നോക്കുമ്പോ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു. ഓ അല്ലേ, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരെ കാണുമ്പോൾ പറയും, കടന്ന് അനുഭവിക്കുന്നുണ്ടോടാ, കടന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കളിയാക്കുന്ന രീതിയിൽ. എങ്കിൽ ഈ ഹദീസ് കേട്ടോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചിലർക്ക് സ്വർഗം നിർബന്ധമാണ്, ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്, പക്ഷെ ജീവിതത്തിൽ അമലൊന്നുമില്ല സ്വർഗത്തിൽ പോകാൻ. കാരണം ഈ കാണുന്ന 5 വഖത്ത് നിസ്കാരവും ചെറിയ ചെറിയ അമലുകൾ മാത്രമേ ജീവിതത്തിലുള്ളൂ. അപ്പം സ്വർഗത്തിൽ പോകാൻ സ്വർഗം നിർബന്ധവുമാണ്, പക്ഷെ സ്വർഗത്തിൽ പോകാൻ അമലുകളുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് എന്തെങ്കിലും രോഗങ്ങൾ കൊടുത്തു പരീക്ഷിക്കും. വല്ല ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി തകർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം അല്ലാഹു കൊടുക്കും. ആ മനുഷ്യൻ ദുനിയാവിൽ കിടന്ന് ഒരുപാട് നരകിക്കും. ആ മനുഷ്യൻ ദുനിയാവിൽ കിടന്ന് ഒരുപാട് പ്രയാസപ്പെടും. ആ മനുഷ്യൻ വേദനകൾ അനുഭവിക്കുന്നതിനനുസരിച്ച് അല്ലാഹു ആ മനുഷ്യന്റെ പാപം മുഴുവൻ അങ്ങ് പുറത്തു കൊടുക്കും. പിന്നെ അങ്ങോട്ട് അല്ലാഹു നന്മകൾ എഴുതാൻ തുടങ്ങും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അവസാനം ആ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വർഗം കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു പരീക്ഷണം കൊടുക്കും. അങ്ങനെ നമ്മൾ എത്രയോ പേർക്കറിയാം, അങ്ങനെ എത്രയോ പേരുടെ സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മൾ പഠിച്ചവരാ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമുക്ക് എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, ഈ രോഗം പിടിച്ച് കിടക്കുന്നവർക്കൊക്കെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിക്കാൻ കൊടുക്കണം. അത്ര ഇതാ മതി. രോഗം പിടിച്ച് കിടക്കുന്ന എല്ലാവർക്കും പ്രായമുള്ളവർ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്. ആ രോഗം പിടിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കയ്യിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കൊണ്ട് മേടിച്ചു കൊടുത്താൽ മതി, അവരുടെ എല്ലാ പ്രയാസവും മാറും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.